പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? സന്തോഷമായിരിക്കുന്നുവോ? നമ്മളെപ്പോഴും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കണമത്രേ. അതാണ് ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം. എപ്പോഴും യേശുവോടൊത്തിരുന്നാൽ മനോരമ്യമായിരിക്കാം. പ്രശ്നങ്ങളും പോരാട്ടങ്ങളും വരും പോകും. ഈ ലോകത്തിലുള്ളതുവരെ അതുണ്ടാകും. അതിന്റെ നടുവിൽ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്നതാണ് ദൈവത്തിന്റെ ഒരു വലിയ കൃപയും ദൈവത്തിന്റെ മഹത്വവും. അതിനാണ് യേശുക്രിസ്തു. യേശുവിനെ അത് സാധിക്കൂ. ഏതു പരിതസ്ഥിതിയിലും നിങ്ങളെ സന്തോഷത്തോടെയും ആനന്ദത്തോടെയും യേശു നടത്തും. വഞ്ചിക്കാതെ, നുണ പറയാതെ, മോഷ്ടിക്കാതെ നേരുള്ളവരായി നടന്ന് അതിൽ സന്തോഷിക്കേണ്ടതാണ്. ചിലർ കള്ളത്തരം ചെയ്ത്, വഞ്ചിച്ച്, പറ്റിച്ച്, കൈക്കൂലി വാങ്ങി, അന്യായം ചെയ്ത് അതിൽ സന്തോഷിക്കാമെന്ന് വിചാരിക്കുന്നു. അത് സ്ഥിരതയുള്ളതല്ല. എന്നാൽ യേശുക്രിസ്തുവിലായിരിക്കുന്നതാണ് സ്ഥിരമായ ഒരു സന്തോഷം. ഇത് കണ്ടോ, തേയിലയുടെ തോട്ടം. ഇവിടെ എസ്റ്റേറ്റ് ഉണ്ട്. ഇത് കേരള സംസ്ഥാനത്തിലെ മൂന്നാർ എന്ന സ്ഥലമാണ്. ഇത് 100 വർഷം മുൻപ് ഇദം പ്രഥമമായി ഉണ്ടാക്കിയിട്ടുള്ള ചായത്തോട്ടമാണെന്ന് പറയുന്നു. കാണാൻ വളരെ മനോഹരമായിരിക്കുന്നു. നന്നായിട്ടുണ്ട്. ഈ തലപ്പത്ത് വരുന്ന തളിർ ഇല, ഇതിനെയാണ് പറിക്കുന്നത്. പറിച്ചുകൊണ്ടുപോയി പ്രോസസ്സ് ചെയ്തെടുത്ത് നമുക്ക് ചായപ്പൊടിയായി വരുന്നു. അതുപോലെ തന്നെ പലതരം ചായപ്പൊടികൾ ഇതിൽ നിന്നും ഉണ്ടാകുന്നു. വളരെ അത്ഭുതം തോന്നുന്നില്ലേ? ഇങ്ങനെയൊരു ചെടിയുണ്ടാക്കി ദൈവം ഇത് മുഖേന മനുഷ്യർക്ക് ആവശ്യമായ ചായ ഉണ്ടാക്കാൻ ഏർപ്പാട് ചെയ്തിരിക്കുന്നു. ദൈവത്തിന്റെ സൃഷ്ടി വളരെ അത്ഭുതം തന്നെയാണ്. ദൈവം മനുഷ്യർക്കു വേണ്ടി അനേകം കാര്യങ്ങൾ സൃഷ്ടിച്ചു തന്നിരിക്കുന്നു, അല്ലേ? മനുഷ്യർ ദൈവം സൃഷ്ടിച്ചതിനെ പരിപാലിച്ച് കാത്തു സൂക്ഷിച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത്രയുള്ളൂ. പുതിയതായി ഒന്നും ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കില്ല. ദൈവമാണ് സൃഷ്ടികർത്താവ്. ആ ദൈവം ഇന്ന് നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാക്യം എന്താണെന്നറിയാമോ? സങ്കീർത്തനം 46 7 വാക്യത്തിൽ, സൈന്യങ്ങളുടെ യഹോവ നമ്മോടു കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. കർത്താവിനൊരു പേരുണ്ട്, സൈന്യങ്ങളുടെ യഹോവ. എന്നുവെച്ചാൽ ആർമി. സൈന്യമെന്നാൽ ആർമി, വലിയ സേന, പട്ടാളം. സൈന്യങ്ങളുടെ യഹോവയെന്നും ദൈവത്തിന് പേരുണ്ട്. ദൈവത്തിന് സൈന്യമുണ്ടോ? സത്യമാണ്. കോടാനുകോടി ദൂതന്മാരെ സൈന്യമാക്കി വെച്ചിട്ടുണ്ട്. മിഖായേൽ ദൂതന്മാരുടെ കയ്യിൽ വാളുണ്ടായിരിക്കും. യുദ്ധം ചെയ്യുന്ന ദൂതന്മാരാണവർ. ഗബ്രിയേൽ ദൂതൻ സന്തോഷം കൊണ്ടുവന്ന് തരും. പക്ഷേ യുദ്ധത്തിന് ഒരു സൈന്യം ദൂതന്മാരെ ദൈവം വെച്ചിട്ടുണ്ട്. ദൈവത്തിന് എന്തിനാണ് സൈന്യം എന്ന് ചോദിച്ചാൽ, ദൈവത്തിന് വേണ്ടിയല്ല. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്മാരായ നമുക്ക് വേണ്ടിയാണ് ദൂതസൈന്യത്തെ വെച്ചിരിക്കുന്നത്. നമുക്കെന്തിനാണെന്ന് വിചാരിക്കുകയാണോ? നമുക്കൊരു ശത്രുവില്ലേ? സാത്താൻ. മറഞ്ഞിരുന്ന് പ്രവർത്തിക്കുന്നവനെ കണ്ണുകൊണ്ട് കാണാനാവില്ല. ഈ ലോകത്തിലെ എല്ലാ തിന്മകൾക്കും അവനാണ് കാരണക്കാരൻ. അപ്പോൾ ദൈവത്തെ സ്നേഹിച്ച് പിന്തുടരാൻ ആരെങ്കിലും ആഗ്രഹിച്ചാൽ അവന് ദേഷ്യം വരും, അസൂയ തോന്നും, അവർക്ക് ദോഷം ചെയ്യണമെന്ന് വിചാരിക്കും. അവനുമുണ്ട് ഒരു സൈന്യം. വചനത്തിൽ പറയുന്നുണ്ട്, ആകാശത്ത് പ്രവർത്തിക്കുന്ന ദുഷ്ടാത്മാക്കളുടെ സൈന്യം എന്ന്. സാത്താന്റെ സൈന്യത്തിന്റെ പേരറിയില്ലേ? ദുരാത്മാക്കളുടെ സൈന്യമെന്നാണ് പേര്. അവര് ദോഷകരമായ കാര്യങ്ങൾ ചെയ്യും, മനുഷ്യരെ അടിമകളാക്കും, മനുഷ്യരെ കൊണ്ട് പാപം ചെയ്യിക്കും, മനുഷ്യർക്ക് ഭയമുണ്ടാക്കും, മനുഷ്യർക്കിടയിൽ വ്യാധികളുണ്ടാക്കും, അപകടങ്ങളുണ്ടാക്കി മരണമെന്ന ബാധിപ്പുണ്ടാക്കും. ദോഷകരമായ എല്ലാ കാരണങ്ങൾക്കും കാരണം ദുഷ്ടനായ പിശാചും അവന്റെ സൈന്യവുമാണ്. അപ്പോൾ ദൈവത്തിന്റെ മക്കളെ തിന്മയിൽ നിന്നും സംരക്ഷിക്കുവാനായി ദൈവവും ഒരു സൈന്യത്തെ വെച്ചിരിക്കുന്നു. ആ സൈന്യമാണ് നമ്മെ രക്ഷിക്കുന്നത്. ആ ദൈവദൂതന്മാരെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല, പക്ഷേ കൂടെയുണ്ടാവും. നമ്മെ അവർ കാത്തു സൂക്ഷിക്കും. നമ്മുടെ പോക്കിലും വരവിലും നമ്മെ കാത്തു സൂക്ഷിക്കാൻ ദൂതന്മാരെ നിയമിച്ചിരിക്കുന്നു. അവർ നിനക്ക് ചുറ്റും പാളയമിറങ്ങി നിന്നെ കാത്തു സൂക്ഷിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്നും അതേപോലെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വലിയൊരു അപകടത്തിൽപ്പെട്ടു, പക്ഷെ അതിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്നറിയില്ല എന്ന് ചിന്തിക്കാറുണ്ടല്ലേ? ദൈവദൂതന്മാരെ കൊണ്ട് യഹോവ നമ്മെ രക്ഷിക്കുന്നതാണ് അത്. എനിക്കറിയാവുന്നയൊരു സുഹൃത്ത് പറഞ്ഞതാണിത്. അയാൾ ഒരു ദിവസം ശുശ്രൂഷയൊക്കെ പൂർത്തിയാക്കി തിരിച്ചു വരികയായിരുന്നു. ഒരു 3 മണിക്ക് വിശന്ന് വലഞ്ഞ് ഒരു ഹോട്ടലിൽ പോയി അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ആ ഹോട്ടലിലിരുന്ന് വേറെയും 2-3 പേര് കഴിക്കുന്നുണ്ടായിരുന്നു. അയാൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ആരോ അയാളുടെ കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളുന്നത് പോലെ തോന്നിയത്രേ. ഹോട്ടലിൽ നിന്ന് പുറത്തു ചെന്ന് റോഡിൽ വീണ് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ഹോട്ടൽ തകർന്നു വീഴുകയായിരുന്നു. ഒരു പഴയ കെട്ടിടമാണത്. അത് തകർന്നു വീഴുന്ന സ്ഥിതിയുണ്ടായി. അങ്ങനെ ഒരു ആപത്തുണ്ടാകുന്ന അയാൾക്കറിയില്ലായിരുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരുന്നു.
ആരാണ് കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളിയിട്ടത് എന്ന് നോക്കിയപ്പോൾ ആരുമില്ല. അപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് ദൈവം തന്റെ ദൂതനെ അയച്ച് തന്നെ വിടുവിച്ചതാണെന്ന്. ഇങ്ങനെ പല ആപത്തുകളിൽ നിന്നും നമ്മെ രക്ഷിക്കുവാനായിട്ടാണ് ദൂതന്മാരുള്ളത്. അപ്പോൾ ദൈവമേ, എനിക്ക് വേണ്ടി അങ്ങ് നിയമിച്ചിരിക്കുന്ന ദൈവദൂതന്മാർക്കായി സ്തോത്രമെന്ന് പറയൂ. ദൈവമേ, എന്നെ സംരക്ഷിക്കാൻ ദൂതന്മാരെ വെച്ചിരിക്കുന്നതിനായി സ്തോത്രമെന്ന് പറയൂ. മക്കളെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ ദൈവദൂതന്മാർ കൂടെ പോകുന്നുണ്ടെന്ന് വിശ്വസിക്കൂ. നിങ്ങൾ എവിടെ പോയാലും സംരക്ഷിക്കുന്നതിനായി ദൂതന്മാരെ ദൈവം വെച്ചിരിക്കുന്നതിനായി സ്തോത്രം പറയൂ. അപ്പോൾ നിങ്ങൾ സുരക്ഷാ വലയത്തിലായിരിക്കും. പറയാമോ? കർത്താവേ, അങ്ങ് സൈന്യങ്ങളുടെ യഹോവയാകുന്നു. എന്നെ സംരക്ഷിക്കാനാണ് അങ്ങ് അവരെ നിയമിച്ചിരിക്കുന്നത്. അങ്ങയുടെ ദൂതന്മാർ ദിവസവും എന്റെ കൂടെ വന്ന് എന്നെ സംരക്ഷിക്കുന്ന അങ്ങയുടെ സ്നേഹത്തിന് സ്തോത്രം, സ്തോത്രം എന്ന് വിശ്വസിക്കുന്ന ഓരോ മക്കളെയും അങ്ങ് സംരക്ഷിച്ചു വഴി നടത്തുന്നു. ഇന്നും അവരെ സംരക്ഷിച്ച് വഴി നടത്തണമേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ